സുഖങ്ങളിലും തെറ്റായ വഴികളിലും സഞ്ചരിച്ച ഒരു മനുഷ്യൻ ഒടുവിൽ നിത്യനൂതന സൗന്ദര്യമായ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ, ഹാ പുരാതനവും നവീനവുമായ ദൈവമേ, എത്ര വൈകി നിന്നെ അറിയുവാൻ എന്നാണ്. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അഗസ്റ്റീനോസിന്റെ നവനാൾ പ്രാർത്ഥനകളിലൂടെ നാം കടന്നു പോകുമ്പോൾ, നമ്മുടെ പാപങ്ങളെക്കാൾ വലുതാണ് ദൈവത്തിന്റെ കരുണ എന്ന വിഷയത്തെ വിശുദ്ധ അഗസ്റ്റീനോസിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അല്പനിമിഷം നമുക്ക് ചിന്തിക്കാം. പാപിയെ വെറുക്കുന്നവനല്ല, പാപത്തെ വെറുക്കുന്നവനാണ് ദൈവമെന്ന വലിയ സത്യം നമ്മെ പഠിപ്പിച്ച ഒരു ജീവിക്കുന്ന സാക്ഷിയാണ് വിശുദ്ധ അഗസ്റ്റിൻ. വിശുദ്ധൻ താൻ എഴുതിയ പ്രശസ്തമായ ഏറ്റുപറച്ചിലുകൾ എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവമേ, അവിടുന്ന് ഞങ്ങളെ അവിടുത്തേക്കായി സൃഷ്ടിച്ചു. അവിടുന്ന് വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. നമ്മളെല്ലാവരും തെറ്റു ചെയ്യുന്നവരാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ തെറ്റുകളെ ഓർത്ത് നാം നിരാശപ്പെടുകയും ദൈവത്തിന്റെ കരുണ നമ്മിലേക്ക് ഒഴുകുകയില്ലെന്ന് ചിന്തിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവത്തിന്റെ സ്നേഹവും കരുണയും നമ്മുടെ തെറ്റുകളേക്കാൾ വലിയതാണെന്നാണ്. പലപ്പോഴെങ്കിലും ചിലരൊക്കെ നമ്മുടെ ഭൂതകാല തെറ്റുകളെ ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ഭൂതകാലത്തിന്റെ തെറ്റുകളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു തടവുകാരനാക്കാനല്ല, മറിച്ച് പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു യാത്രക്കാരനാകാനാണ് അവിടുന്ന് നമ്മെ വിളിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു: ഈ ഭൂമിയിൽ ദൈവത്തിന് പാപമില്ലാത്ത ഒരു പുത്രനേയുള്ളൂ, എന്നാൽ കഷ്ടപ്പാടുകളില്ലാത്ത ഒരുവനും ഉണ്ടായിട്ടില്ല. ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് നമ്മുടെ കഷ്ടപ്പാടുകളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ല എന്നാണ്. മറിച്ച് ഈ പാപങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക്, നമ്മുടെ വളർച്ചയിലേക്ക് ഉയർത്തുവാൻ സാധിക്കുന്ന ഒന്നാണെന്നാണ്. മനുഷ്യൻ പല വിജയങ്ങളും നേടാറുണ്ട്. എന്നാൽ അവന്റെ ഉള്ളിലെ സമാധാനം നൽകുന്നത് ദൈവമാണ്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ കരുണയാകട്ടെ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നു. നമ്മുടെ തെറ്റുകളെ ഓർത്ത് നിരാശപ്പെടാതെ സ്നേഹമാകുന്ന കരുണയാകുന്ന ഈശോയിൽ വിശ്വസിച്ച് അതേ കരുണയും ക്ഷമയും മറ്റുള്ളവരോട് കാണിക്കാനും നമുക്ക് പരിശ്രമിക്കാം. എന്തെന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാമും പരസ്പരം സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധ അഗസ്റ്റീനോസ് നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു സന്ദേശം ഇതാണ്: ഭൂതകാലമില്ലാത്ത ഒരു വിശുദ്ധനുമില്ല, ഭാവിയില്ലാത്ത ഒരു പാപിയുമില്ല. എന്തെന്നാൽ ദൈവത്തിന്റെ കരുണ ഒരു സമുദ്രം പോലെയാണ്. നമ്മുടെ പാപങ്ങളും തെറ്റുകളും ആ സമുദ്രത്തിലെ ഒരു തുള്ളി ജലം പോലെ അപ്രത്യക്ഷമാകും. എന്നാൽ അവിടുന്ന് നൽകുന്ന കൃപ അല്ലെങ്കിൽ നമ്മുടെ പാപം, അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നാം ചിന്തിക്കണം. നാം ചെയ്യുന്ന പാപത്തിൽ നിന്ന് ദൈവത്തിന്റെ കരുണയെ ആശ്രയിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വിശുദ്ധ അഗസ്റ്റീനോസിന്റെ മറ്റൊരു മഹത്തായ വാക്യം ഇപ്രകാരമാണ്: നമ്മുടെ ഭൂതകാലത്തെ ദൈവത്തിന്റെ കരുണയിലേക്കും നമ്മുടെ വർത്തമാനകാലത്തെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്കും നമ്മുടെ ഭാവിയെ ദൈവത്തിന്റെ പരിപാലനയിലേക്കും നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ അഗസ്റ്റീനോസിന്റെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ അഗസ്റ്റീനെ, അങ്ങയെപ്പോലെ ദൈവത്തിന്റെ കരുണയിൽ അനന്തമായി ആഴപ്പെടുവാനും അങ്ങ് ദൈവത്തിൽ വിലയം പ്രാപിച്ചതുപോലെ ഞങ്ങളും ദൈവത്തിലേക്ക് വിലയം പ്രാപിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയവും
അസ്വസ്ഥമായിരിക്കും എന്ന ചിന്തയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്കായി നീ മാധ്യസ്ഥം വഹിക്കണമേ. ഈശോയുടെ കരുണയിൽ ആശ്രയിച്ച് പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.